ഈ മഴക്കാലം വരുന്ന സമയത്ത് എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് വീടിനകത്ത് ലീക്ക്, ഡാംനെസ്, പൂപ്പൽ വരിക എന്നുള്ളത്. പല ആളുകളും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഓർത്തിട്ട് ആ കോസ്റ്റ് സേവ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ തറ പണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെൽറ്റിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും ബിറ്റുമൻ ബേസിലുള്ള ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ടാവണം. ഇത് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് മഴക്കാലം അല്ലെങ്കിൽ ഒരു സമയം വരുമ്പോഴേക്കും ഈ ഒരു ഡാമിനസ് വന്നിട്ട് നമ്മുടെ ചെമറിൻ്റെ മുകളിൽ പെയിൻ്റൊക്കെ പൊളച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എംസാൻഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പ്ലാസ്റ്റർ എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലിന്ത് ലെവലിൽ നിന്ന് മുകളിലേക്ക് ഒരു മീറ്റർ ഹൈറ്റിലെങ്കിലും നമ്മൾ ഈ സിമെൻറ്റീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാംനെസ് കാരണമുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും ചെയ്യുന്ന വലിയൊരു മണ്ടത്തിലാണ് നമ്മുടെ മെയിൻ സ്ലാബ് കാസ്റ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ടെറസ് ആയിട്ടുള്ള സ്ഥലത്ത് നേരെ പോയി അങ്ങ് പ്ലാസ്റ്റർ ചെയ്യും. നമുക്ക് നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലമാണ്, അതുപോലെ തന്നെ നല്ല വെയിലും അടിക്കും, നല്ല മഴയും വന്നു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്ററിങ്ങിൽ ക്രാക്ക് വന്ന് വീണ്ടും നമ്മുടെ സ്ലാബിൽ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആ സ്ലാബിൻ്റെ ടോപ്പ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് അവിടെ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് പകരം ഒരു കോഴ്സ് അഗ്രഗേറ്റോ ഫൈൻ അഗ്രഗേറ്റോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു സ്ക്രീഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആകും.